അങ്ങനെ അതർ ബാക്ക്വേർഡ് കാസ്റ്റുകാരൻ സാമ്പത്തികമായിട്ടില്ലാത്ത ഹിന്ദുക്കളും 19% മുസ്ലിംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ കിടക്കുന്നതിന്റെ കാര്യം എന്താണ്? അവർക്ക് നല്ല വക്കീലിനെ വെച്ച് വാദിക്കാനായിട്ടുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് കുറ്റം പോലും എന്താണെന്ന് തീരുമാനിച്ചിട്ട് കോടതിക്ക് പറയാനില്ല. അങ്ങനെ 76% അണ്ടർ ട്രയൽസ് കിടക്കുന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 4/3 ആൾക്കാരും അണ്ടർ ട്രയൽസ് ആയിട്ടിരിക്കുന്നിടത്ത് അവരുടെ വിചാരണ നടത്താനായിട്ട് ആർക്കും താല്പര്യമില്ല. ഒരു മനുഷ്യാവകാശ പ്രേമിക്കുമില്ല. പട്ടിയുടെ കാര്യത്തിൽ വരുന്നുണ്ട് വിചാരണ പിറ്റേ ദിവസം നടത്തും. അതിനകത്ത് അന്തസ്സായിട്ടാണെങ്കിൽ ഉടൻ തന്നെ തീരുമാനങ്ങൾ വരും. എന്താ തീരുമാനം വരാൻ പോകുന്നത്? പട്ടിയെ കൊല്ലാൻ പാടില്ല, ജനങ്ങളെ കടിച്ചോണം, മേക്ക് എ ഡിഫറൻസ് ആളുകളുടെ മുഖത്ത്. ഇന്നത്തെ പത്രത്തിൽ കിടപ്പുണ്ട്, മനോരമയ്ക്ക് അത് കിടപ്പുണ്ട്. പ്ലേ സ്കൂളിൽ പോയിട്ടുള്ള 10 വയസ്സുള്ള കുട്ടിയെ ഉൾപ്പെടെയാണെന്നുണ്ടെ കടിച്ചു. 75 വയസ്സുള്ള ഒരു വന്ധ്യ വയോധികയെ മുഖത്ത് മൊത്തം കടിച്ചു. ഇന്നത്തെ മനോരമയാണ്, എടുത്ത് വായിച്ചു നോക്കുക. കഴിഞ്ഞ ദിവസം NDTV ഒരു ചർച്ച നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞ് രാത്രി 3 മണിക്ക് പോയ വയോധികനെ പട്ടി കടിച്ചു. അപ്പൊ വേറെ ചോദിക്കും, എന്തിനാണ് ഇയാൾ രാത്രി 3 മണിക്ക് പോകുന്നത്? എന്റെ രാജ്യത്ത് എന്റെ റോഡിൽ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. ആർട്ടിക്കിൾ 19 ഭരണഘടന അനുസരിച്ച് പറയുന്നത്, ആർട്ടിക്കിൾ 19 അനുസരിച്ച് എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ സഞ്ചരിക്കാൻ പാടില്ല. 6.5 കോടി പട്ടികളാണ് ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു വർഷം ഏതാണ്ട് 37 ലക്ഷത്തോളം കടിയാണ് ഏൽക്കുന്നത്. 20,000-ത്തിലധികം ആൾക്കാരാണ് മരിക്കുന്നത്. നിങ്ങൾ ദയവേദി റൂൾ മനസ്സിലാക്കണം. Prevention of cruelty to animals, an act to prevent the infliction of unnecessary pain and suffering to animals. മൃഗങ്ങൾക്ക് ആവശ്യമില്ലാത്ത പെയിനോ സഫറിങ്ങോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ടാണ്. അതിനകത്ത് എന്താണ് ക്രൂവൽറ്റി എന്ന് പറയുന്നത്? സെക്ഷൻ 11, ട്രീറ്റിംഗ് ആനിമൽസ് ക്രൂവലി ഇഫ് എ പേഴ്സൺ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ബീറ്റ്സ്, കിക്സ്, ഓവർറൈഡ്സ്, അതായത് ഒരു മൃഗത്തിനെ ചവിട്ടുകയോ തൊഴിക്കുകയോ, ടോർച്ചേഴ്സ് അതർവൈസ് കോസിംഗ് അൺനെസറി പെയിൻ ഉണ്ടാക്കുകയാണെങ്കിലോ, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരുന്ന് കുത്തിവെക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ വണ്ടിയിൽ തെറ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ അതിനെ വളരെ സൗകര്യമില്ലാത്ത കൂടുകളിലാണെന്നുണ്ടെങ്കിൽ ഇടുകയോ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പട്ടിയെ വളരെ വ്യക്തമായിട്ട് പറയും, റീസണബിളി എനി ഡോഗ് ഹാബിച്വലി ചെയിൻഡ് അപ്പ്, പട്ടിയെ സ്ഥിരമായിട്ട് കെട്ടിയിടാൻ പാടില്ല, ക്രൂരതയാണ്. ഞാനും അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതുപോലെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഫുഡോ ഡ്രിങ്കോ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അബാൻഡൻസ് എനി ആനിമൽ, ഏതെങ്കിലും ആനിമലിനെ കൊണ്ടുവന്ന് എവിടെങ്കിലും ഉപേക്ഷിക്കുക, ഇതെല്ലാം ക്രൂരതയാണ്. ഇത് നടക്കുന്ന കാര്യമാണോ? എത്രയോ പേരാണെന്നുണ്ട് അബാൻഡൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂട്ടിലേറ്റ്സ് എനി ആനിമൽ, ഏതെങ്കിലും രീതിയിൽ അംഗഭംഗം സംഭവിക്കുക, കിൽസ് എനി ആനിമൽ ഇൻക്ലൂഡിംഗ് സ്ട്രേ ഡോഗ്സ്, അത് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കൊല്ലുക, ഇതൊക്കെയാണെന്നുണ്ട് ക്രൂരതയാണ്. പക്ഷേ സെക്ഷൻ 11(3) പറയുന്ന എന്താണ്? ദയവ് ചെയ്ത് ഇവിടുത്തെ പത്രക്കാരെങ്കിലും ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. സെക്ഷൻ 3 says that nothing in this section, ഈ പറയുന്ന സെക്ഷന്റെ ഒരു കാര്യങ്ങളും താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കബിൾ അല്ല. എന്തൊക്കെയാണ്? ദ ഡീഹോണിംഗ് ഓഫ് കാറ്റിൽ, കന്നുകാലികളുടെ കൊമ്പ് മുറിക്കുന്നത്, അന്യോന്യം കുത്താതിരിക്കാനോ മറ്റു കാര്യത്തിന് വേണ്ടിയോ കൊമ്പ് മുറിക്കുന്നത്. കാസ്ട്രേഷൻ, വരിയുടയ്ക്കൽ, എല്ലാ കാളകളുടെയും വരിയുടച്ചിരിക്കുകയാണ്. കുതിരകളുടെ സാധാരണ സഞ്ചരിക്കുന്ന കുതിരകളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരിയുടച്ചിരിക്കുക, അത് ക്രൂരതയല്ല. ബ്രാൻഡ് ചെയ്യാൻ പാടില്ല, ഒരു മൃഗത്തെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. നോ സ്മോക്കിംഗ് ഓഫ് എനി ആനിമൽസ്, മൂക്കിലൂടെ തുളയിട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും ക്രൂരതയല്ല. കാരണം മനുഷ്യന്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ ആദിമകാലം മുതൽ ഇതുപോലുള്ള കാറ്റിലും ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റ് മൃഗങ്ങളെയും കൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുതിരയ്ക്ക് കുളം പിടിക്കുന്നതോ ഒന്നും ക്രൂരതയല്ല. ഇനി അടുത്തത് വായിക്കണം, ദയവേത് പത്രക്കാർ വായിക്കണം. പത്രക്കാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കണം, നിങ്ങളെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കണം. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ദ ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീത്തൽ ചേംബേഴ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്ട്രക്ഷൻ ആണ്, കില്ലിംഗ് അല്ല. ഉന്മൂലനാശനം ചെയ്യുക. അതായത് നമ്മുടെ തെരുവുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ലീത്തൽ ചേംബേഴ്സ്. ഒരു ചേംബറിനകത്ത് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ നിയമം.
ഇത് ആക്ട് ആണ്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ആണ്. ഈ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീത്തൽ ചേമ്പേഴ്സ് ഓർ സച്ച് അതർ മെത്തേഡ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് മെത്തേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സെക്ഷൻ 38 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്. ആ കേന്ദ്ര നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മാർഗം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അമേരിക്കൻ ഒരു ആനിമൽ സൊസൈറ്റി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ലീത്തൽ ചേമ്പേഴ്സിൽ നൈട്രജൻ നിറച്ചിട്ട് കൊല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകിച്ച് നിയമം വേണ്ട, ഇന്ത്യയിലെ നിയമം എഴുതിയിരിക്കുകയാണ്. ഇതിന് താഴെയാണ് പറഞ്ഞിരിക്കുന്നത് ABC റൂൾസ്, അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ്. നിയമത്തിന് താഴെ, അതായത് ആക്ടിന് താഴെ റൂൾസ് വന്നു കഴിഞ്ഞാൽ ആക്ട് വിൽ പ്രിവെയിൽ. ഭരണഘടനയ്ക്കെതിരായിട്ട് ഒരു ആക്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഭരണഘടനയ്ക്കെതിരായിട്ട് ഒരു ഓർഡർ ഉണ്ടാക്കാൻ പാടില്ല, ഭരണഘടനയ്ക്കെതിരായിട്ട് ഒരു ഓർഡിനൻസ് ഉണ്ടാക്കാൻ പാടില്ല, ഭരണഘടനയ്ക്കെതിരായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു റൂൾസും ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ആക്ടിനെതിരായിട്ട് ഒരു റൂൾ ഉണ്ടാക്കാൻ പാടില്ല, എക്സിക്യൂട്ടീവ് ഓർഡർ. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസിന്റെ സെക്ഷൻ 11(3) രണ്ടാം ഉപവകുപ്പ് അനുസരിച്ച് ദ ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീത്തൽ ചേമ്പേഴ്സ്. ഇന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഒരു നിയമം, ഒരു ഒറ്റ ഓർഡർ, എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയാൽ മതി. ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ജനങ്ങളെ കരുതുന്ന ആൾക്കാരാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടോ? ഒരൊറ്റ ഓർഡർ ഇറക്കാം, ഒറ്റ ഓർഡർ ഇറക്കിയാൽ മതി. ലീത്തൽ ചേമ്പേഴ്സിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും കളക്ടർമാർക്കും ഇതിനെ കൊല്ലാം. നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഏത് ഗ്യാസ് ഉപയോഗിക്കണം? നൈട്രജൻ ആണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, വെള്ളം നിറച്ചാലും കുഴപ്പമില്ല, എലിയെ കൊല്ലുന്ന അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയാൽ ഈ പ്രശ്നം തീരാവുന്ന കാര്യമേ ഉള്ളൂ. ആരെങ്കിലും ധൈര്യമായിട്ട് ചെയ്യുവോ? ഇനി അഥവാ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാരെങ്കിലും കോടതിയിൽ പോകുന്നുണ്ടെ പറയല്ലേ ഈ ആക്ട് അമെൻഡ് ചെയ്തിട്ടില്ല. 2022 ഈ ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പല ശ്രമം നടത്തി. അത് ഡൽഹിയിൽ ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഈ ആക്ടിനെ അമെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ജയിച്ചോണ്ടേ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് 11(3)(b) ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീത്തൽ ചേമ്പേഴ്സ്, ആ പ്രൊവിഷൻ ഷാൽ ബി ഡിലീറ്റഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ നിയമമായിട്ടില്ല. മനസ്സിലാക്കണം, ഇന്ന് വരെ നിയമമായിട്ടില്ല. അപ്പൊ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്ന എന്താ കാര്യം? ഈ പ്രൊവിഷൻ നിൽക്കുന്നിടത്തോളം കാലം ആരെങ്കിലും ഇതിനെ ലീത്തൽ ചേമ്പറിൽ വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ജില്ലാ കളക്ടർക്കോ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓരോ സ്ഥാപനങ്ങളുടെയും സെക്രട്ടറിമാർക്കോ കമ്മീഷണർമാർക്കോ ഒരു ലെറ്റർ എഴുതിയാൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്താൽ മതി. സെക്രട്ടറി ആയിട്ട് ഞാൻ ഓർഡർ ഇറക്കിയിട്ടുള്ളതാണ്. എനിക്ക് വളരെ ചുരുക്കകാലം മാത്രമേ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ആയിട്ട് ചാർജ് കിട്ടിയിട്ടുള്ളൂ. അന്ന് ഇതുമായിട്ട് ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നത്തെ എനിക്ക് മുകളിലിരുന്ന് ആരാന്ന് പറയുന്നില്ല, അവര് സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ഇറക്കിയേനെ. ഒരു സംശയം വേണ്ട, ഇത് ഇറക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ പട്ടി വരുന്നത്? പട്ടി വരുന്നതിന്റെ പ്രധാന കാര്യം ഇവിടെ വേസ്റ്റ് ആണ്. ഇത്രയും കാലം ഭരിച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 കൊല്ലമായി. വേസ്റ്റ് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതല്ലാതെ വേസ്റ്റ് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? അത് പോട്ടെ, ജനങ്ങൾക്ക് വേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും കൊണ്ടിടുമെന്ന് വെച്ചോ. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്? വൈകിട്ടാകുന്ന കുറച്ച് സ്ത്രീകൾ വരും, വീട്ടിലിരിക്കുന്ന വേസ്റ്റും എല്ലാം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടുവന്നിടുക. ബോംബെയിൽ ഒരു സ്ത്രീ ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. അവരുടെ റെസിഡൻസ് അസോസിയേഷൻ അകത്ത് കയറി കൊണ്ടുവന്നിടുകയാണ്. ഇത് ഈ ആൾക്കാർ താമസിക്കുന്ന അവരുടെ വീടിനടുത്തല്ല, മറ്റൊരു റെസിഡൻസ് അസോസിയേഷനിൽ കയറി ഇടുകയാണ്. അവരതിന് അഗൻസ്റ്റ് ആയിട്ട് നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ അവരെ സുപ്രീം കോടതി വരെ കയറ്റി. അതാണ് ഈ ലോബിയുടെ ഏറ്റവും വലിയ നേട്ടം. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ലോകത്തുള്ള ഏത് കൊമ്പൻ വക്കീലിനെയും കൊണ്ടുവരാം, പാവപ്പെട്ട ആൾക്കാരെ കോടതിയിൽ കയറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇതിനെ ചെയ്യാനായിട്ട് അത് മാത്രമല്ല നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ മാർഗം ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീത്തൽ ചേമ്പേഴ്സ്, കേരള ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കാവുന്നതാണ്. രണ്ടാമത്തെ മാർഗം ബൈ സച്ച് അതർ മെത്തേഡ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. കേന്ദ്ര ഗവൺമെന്റിന് ഒരു മെത്തഡോളജി പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി ചെയ്യാം. അത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള നിങ്ങളുടെ ജനപ്രതിനിധികളുടെ പോയി ചോദിക്കുക, അവർ ചെയ്യുന്നുണ്ടോ? അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ടൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. കാരണം വളരെ വ്യക്തമായിട്ട് റൊണാൾഡ് റീഗൻ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് എക്സ്പെക്ട് ദ ഗവൺമെന്റ് ടു സോൾവ് യുവർ പ്രോബ്ലം. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഭാഗമായിട്ട് കഴിഞ്ഞ ഏപ്രിൽ വരെ ഇരുന്നുകൊണ്ട് പറയാണ്, ഡോണ്ട് എക്സ്പെക്ട് ദ ഗവൺമെന്റ് ടു സോൾവ് യുവർ പ്രോബ്ലം ബിക്കോസ് ഗവൺമെന്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. ഗവൺമെന്റ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം.
നമ്മൾ 5 കൊല്ലത്തേക്ക് ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് വിടും. അവർ പിന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇന്ന് സർവകക്ഷി യോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർവകക്ഷി യോഗം പോയത് ഇവിടുന്ന് എല്ലാവരും കൂടെ പോയത് ഡൽഹിയിലേക്ക് പോയത് ഒരൊറ്റ കാര്യം വേണ്ട. നാഷണൽ ഹൈവേ എങ്ങനെയെങ്കിലും 30 മീറ്ററായിട്ടോ 20 മീറ്ററായിട്ടോ ഒക്കെങ്കിൽ നാഷണൽ ഹൈവേ തന്നെ വേണ്ടാന്ന് വെക്കണം. ഏതെങ്കിലും സർവകക്ഷി യോഗം ഉണ്ടല്ലോ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഉണ്ടല്ലോ, അവരാരെങ്കിലും പോകുന്നുണ്ടോ? നിങ്ങളൊക്കെ ചത്താൽ ആർക്കാണ് പോയേക്കുന്നതെന്ന് നിങ്ങൾക്ക് പോയി. അതുകൊണ്ട് രാവിലെ ഇറങ്ങി നടക്കരുത്. ഒക്കെങ്കിലാണെന്നുണ്ടെങ്കിൽ കാറ് വാങ്ങിച്ചെടുക്കണം. 52% ആൾക്കാർ ഇവിടെ ബൈക്കിലാണ് നടക്കുന്നത് കേരളത്തിലുള്ളത്. അപ്പൊ അതിനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി നടക്കരുത്. നിങ്ങളെ കടിച്ചാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല. അതിന് ആ പട്ടിയെ തല്ലിയിട്ട് കപിൽ സിബലിനെ പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവരാൻ കൈപ്പുറത്തേക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ നിങ്ങളെ കോടതി കയറ്റും, കോടതി അലക്ഷ്യമാക്കും. മനസ്സിലായില്ലേ? ഞാൻ ഈ സംഘടനകളുടെ ഒന്നും പേര് പറയാത്തെന്ന് പറഞ്ഞാൽ നാളെ അന്നും പറഞ്ഞു, ഞാൻ ഈ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പം പറഞ്ഞു, ഞാൻ ചോദിച്ചു ഏത് പട്ടികളായി ഈ ഇങ്ങനെയുള്ള വക്കീലിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് വെച്ച് തന്നെ കോടതി കയറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് ഒരു വിളി വന്നു, നിങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പട്ടികളെ ഏതൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം എന്റെ പ്രതിബദ്ധത ഇവിടുത്തെ ജനങ്ങളുടെ അടുത്താണ്. CRPC 133 അനുസരിച്ച് ന്യൂസൻസ് ഉണ്ടാക്കുന്ന ആനിമൽസിനെ ഇല്ലാതാക്കാൻ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർക്ക് പറ്റും. അപ്പൊ ഇതൊന്നും ഇവിടുത്തെ പറയുന്നത് ഈ മരം ഉണ്ടല്ലോ, ഈ നിൽക്കുന്ന മരം ഇവിടുത്തെ റാങ്ക് ലിസ്റ്റിലുള്ളവർ ഇടയ്ക്കിടയ്ക്കാണെന്നുണ്ടെങ്കിൽ മേളിലോട്ട് കയറി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പി വെട്ടിയേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കയറി ആത്മഹത്യ കാണിക്കും. ആത്മഹത്യാ നാടകം കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് എന്റെ മേളിലത്തെ കമ്പ് മുറിക്കാം. അപ്പൊ ഇവിടെ ഒരു ട്രീ കമ്മിറ്റി ഉണ്ട്, സമ്മതിക്കത്തില്ല. നിങ്ങളിപ്പോ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്ക്, മരങ്ങൾ മൊത്തം വെട്ടിയിരിക്കല്ലേ. എവിടെ പോയി അവരെല്ലാം അധികാരത്തിലായി. അധികാരത്തിലിരിക്കുന്നുണ്ട് ഒരു തോന്നിവാസം, അധികാരം ഇല്ലാത്തവർ വേറൊരു തോന്നിവാസം. അതാണ് ഇവിടെ നടക്കുന്നത്. ആ പൂജപ്പുര സൈഡ് മൊത്തം പോയി നോക്ക്, എല്ലാ മരങ്ങളും വെട്ടിയിട്ടുണ്ട്. ഈ മരത്തിന്റെ ചില്ല അന്നേരം ഇത്രയും ഉയരത്തിൽ കയറി ഏതെങ്കിലും ഒരുത്തൻ ചാടിക്കഴിഞ്ഞാൽ അവരവരുടെ പ്രാരാബ്ദം കൊണ്ടായിരിക്കും അവിടെ കയറുന്നത്. അങ്ങനെയാണ് ആ മുള്ളുവേലി പോലുള്ള കമ്പി അതേലിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങണം. ഇത്രയും കമ്പ് മുറിക്കാൻ പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു ട്രീ കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അവനൊക്കെ എവിടെ പോയി? നാഷണൽ ഹൈവേ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കളക്ടറായിട്ട് ലാൻഡ് അക്വിസിഷൻ എടുത്ത കുറച്ചധികം സോഷ്യൽ മറ്റേ ഫോറസ്ട്രിയുടെ ഭാഗമായിട്ട് കുറച്ചധികം മരങ്ങൾ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി മരം അവിടെ നിൽക്കട്ടെ, അതിന്റെ 2 സൈഡിൽ കൂടെ നാഷണൽ ഹൈവേ ഉണ്ടാക്കണം. അങ്ങനെയുള്ള കുലദ്രോഹികൾ, സാമദ്രോഹികളാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവന്മാർക്ക് വലിയ വക്കീലന്മാരെ കൊണ്ടുവരാം, പാവപ്പെട്ടവന്റെ മുഖം കടിച്ചു കയറിയാൽ അത് ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരുത്തനും ഒരു വിഷമമില്ല. കാരണം 5 സൈഡിലും കമാൻഡോയായിട്ടാണ് ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരെല്ലാരും നടക്കുന്നത്. അവരെ പട്ടി അടിക്കത്തില്ല. സാധാരണക്കാരന്റെ പ്രശ്നം നോക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് എല്ലാവരും തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിൽ വിട്ടിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു MP പോയിട്ടാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു MLA ആണെന്നുണ്ടെങ്കിൽ കേരള അസംബ്ലിയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? സാധാരണക്കാരന്റെ പ്രശ്നം ഇതൊന്നും പറയാനായിട്ട് ആരുമില്ല. ട്രാഫിക് ഉണ്ടാകത്തില്ല. ഞാൻ 2011 തിരുവനന്തപുരം കളക്ടറായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം ചീഫ് സെക്രട്ടറിയെ പോയി കണ്ടു. അപ്പൊ അന്നത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിന്റെ അടുത്ത് പറഞ്ഞു, ബിജു ഇപ്പം അന്ന് ഞാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ MD ആണ്, ബിജു കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണം. കാരണം വെച്ചാൽ പുതുതായിട്ട് വന്നതേ ഉള്ളൂ, ആരും പരിചയമുള്ളവരാരും ഇല്ല. ശരിയെന്ന് പറഞ്ഞാൽ നിൽക്കാമെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്രട്ടറി പറഞ്ഞു നമുക്ക് കാരുണ്യ ഫാർമസി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരതൊന്നുമല്ല, മരുന്ന് വില കുറച്ചിട്ടുള്ള ഒരു ഫാർമസി ചെയിൻ തുടങ്ങി. ഇന്ന് 86 ബ്രാഞ്ചുകളുള്ള കാരുണ്യ ഫാർമസി അങ്ങനെയാണ് തുടങ്ങുന്നത്. 2012 ജനുവരി 12 കാരുണ്യ ഫാർമസി തുടങ്ങി. 2012 ഏപ്രിൽ 11 എന്നെ ഇടുക്കി കളക്ടറായിട്ട് എടുത്ത് തട്ടി. അത്രയ്ക്ക് ഭയങ്കരമാണ്. കാരണം എന്ന് വെച്ചാൽ ഉടൻ തന്നെ ബോംബെ ഇതിന്റെ നേതാവ് വന്നു, കാണേണ്ടവരെ കണ്ടു. ഈ പട്ടികളെ കൊണ്ടുവന്ന് പതുക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ, അതിന്റെ എണ്ണം കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആഫ്രിക്കയിൽ പോയിട്ട് കണ്ട ഒരു കാര്യം, അവിടെ ഇംബാല എന്ന് പറയുന്ന ഒരു ഡീർ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ താഴെയുള്ള എല്ലാ പച്ചപ്പുകളും തന്നെ അത് തിന്നുകയാണ്. അതുകൊണ്ട് മറ്റു മൃഗങ്ങൾക്കൊന്നും അത് തിന്നാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു പോപ്പുലേഷൻ, അതിന്റെ എണ്ണം വളരെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവര് അതിനെ കുറയ്ക്കാൻ വേണ്ടി വെടിവെക്കാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഡൽഹി പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ മൊത്തം കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ഇതിനെയൊന്നും കുറയ്ക്കാനായിട്ട് ആരും ഒരു ശ്രമവും നടത്തുന്നില്ല. ഇതിങ്ങനെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ്, അതുപോലെ തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ഇവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയം ഒരു വലിയ മഹാമാരിയായിട്ട്, ഒരു ഡിസാസ്റ്ററായിട്ട് തന്നെ കണക്കാക്കി ഈ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴും
അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴും കക്ഷി ചേരുക എന്ന് മാത്രമല്ല ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച വക്കീലന്മാരെ ഇവിടെ കൊണ്ടുവരികയാണ്. ഈ പ്രൊവിഷനാണെന്നുണ്ടെങ്കിൽ അവിടെ വാദിച്ച് ജയിക്കാനായിട്ട് സാധിക്കും. ആരെങ്കിലും സാധിച്ചാലല്ലേ വരുന്നുള്ളൂ. കേരള ഗവൺമെന്റ് ഇതുവരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഈ ഒരു മൈനോറിറ്റിക്ക് വേണ്ടി അവർക്ക് സോഷ്യൽ മീഡിയക്കകത്തൂടെ പല കാര്യങ്ങളും പറയുന്നത് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ കണ്ട് ജീവിക്കുന്ന നേതാക്കന്മാർ കാണുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ സാധാരണക്കാരന്റെ കാര്യം. അതുപോലെ തന്നെ തെരുവിൽ ഇനിയും വേസ്റ്റ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഫുഡിന്റെ അവശിഷ്ടം കൊണ്ടുവന്ന് ഇടാൻ പാടില്ല എന്നുള്ള ഒരു നിസ്സാര ഓർഡർ എല്ലാവരും ഓൾറെഡി ഓർഡർ ഉണ്ട്, ഫൈനുണ്ട്. അവർക്കെതിരായിട്ട് കേസെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ പ്രചരണം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം വേണ്ടി വന്ന ഒരു സർവകക്ഷി യോഗം തന്നെ കേന്ദ്രത്തിലേക്ക് പോകണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം ABC റൂൾസ് കേന്ദ്ര